ഹലോ ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷായിക്കാടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് നമ്മൾ ഷായിക്കാടെ വീട്ടിലോട്ട് പോവാണ്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കുഞ്ഞിതേ അപ്പോൾ അത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കേട്ടോ. നമ്മുടെ കുഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പുട് കുഞ്ഞിന് അതിലൊന്നും മെന പണിതില്ലെങ്കിൽ ഒരു സന്തോഷവും ഇല്ല കേട്ടോ. ഇനി അത് ആ കൂട്ടിൽ ആ ബാഗിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് പുറത്തിടാനാണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം. നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പെട്ടെന്ന് വരും. അല്ലാ നിലത്തിടില്ലേ, അമ്പുടൂട്ടെ നിലത്തിടില്ലേ ബാഗ. അപ്പോൾ അമ്മച്ചിയാണേലും എന്നെ യാത്രയാക്കാനായിട്ട് ഇവിടെ മുറ്റത്തിറങ്ങിയിപ്പെട്ടിട്ട. അപ്പോൾ ഈ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ കാക്കിക്ക് ടാറ്റ കൊടുത്തേ, നമ്മൾ പോവല്ലേ. കാക്കേ ടാറ്റേന്ന് പറ, ടാറ്റ പറ. ദോ വീണു. വിളിച്ചോ, കാക്കയ്ക്ക് ടാറ്റ കൊടുക്കുക വെച്ചാൽ നമ്മൾ പോവല്ലേ. ഓ ടാറ്റയ്ക്ക് പോണ സന്തോഷമാണ്. അമ്മയുടെ ഭാഗമാണ് ഈ കളർ. അപ്പം ഇനി അത് അഴിച്ചു പണിയാനുള്ള പരിപാടിയിലാണ്. നമുക്ക് കയ്യോടെ ഭാഗം മേടിക്കാം കേട്ടോ. അല്ലേ അവള് റെഡിയാക്കും, നിരപ്പാക്കും. നമ്മൾ പോവാട്ടോ. ആ എന്നെ കിട്ടിയ അമ്പുടി കുഞ്ഞിനെ ഭാഗീന്ന്, അമ്പുടി കുഞ്ഞിനെ എന്നെ കിട്ടിയ ഹായ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊരു കേക്ക് കിട്ടിയിട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കാം. അമ്പുടുവിനെ കൊണ്ടല്ലേ യാത്രകളൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അപ്പോൾ അമ്പുടി കുഞ്ഞ് ഇന്ന് ഹാപ്പി ആയിട്ടുണ്ട്. അമ്പുടുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മതിൽ കിട്ടിയെങ്കിലും ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് അമ്മാനെയും കൊണ്ട് കേട്ടോ. അമ്മച്ചക്ക് അതിൻ്റെ അകത്തിൽ കൂടെ ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം ഞങ്ങൾ വേലിയാടി പുറത്ത് കിടക്കും. അമ്പുടുട്ടെ നമുക്ക് പോവാ ബാ. ടാറ്റ പറഞ്ഞേക്ക്, വാപ്പിക്ക് ടാറ്റ പറഞ്ഞേക്കാം. വാപ്പിട്ട് ടാറ്റ പറ, വാപ്പി ടാറ്റേന്ന് പറ, വാപ്പി ടാറ്റേ. അപ്പോൾ അമ്മയുടെ കുഞ്ഞ് ടാറ്റയൊക്കെ വാപ്പിക്കും പറഞ്ഞിട്ട് പോവാട്ടോ. വാപ്പി ഇവിടെ ഇല്ലേലും എവിടെയെങ്കിലും പോകാൻ നേരത്ത് വാപ്പീനെ വിളിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ അമ്മൂട് പോവുള്ളൂ. ആ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അമ്പുടുവിന് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങളാണേൽ പോവും. അപ്പോൾ അതേ നമ്മളിങ്ങനെ വണ്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓട്ടോ വരും. താഴത്തെ വഴക്കുറു കേട്ടോ. ഇത് എടുക്കും കേട്ടോ. ഒരു വണ്ടി വന്നിട്ട് പോപ്പോ വന്നിട്ട് കേട്ടോ. നമുക്ക് പോകാം കേട്ടോ. പോപ്പോ വന്നിട്ട് കേട്ടോ നമ്മുടെ കുഞ്ഞെ. എനിക്കിരിക്കാമോ നടന്നു. അപ്പോൾ അതേ നമ്മുടെ പോപ്പോ വരുന്നുണ്ട് കേട്ടോ. അമ്പുടി കുഞ്ഞിൻ്റെ പോപ്പോ വരുന്നുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ റെഡി ആയിട്ട് ഇപ്പോഴും ഞാൻ ഈ ഓട്ടോയിലാണ് എവിടെ പോയാലും പോകണത്. അപ്പോൾ അതേ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. ഓട്ടോയിലാട്ടോ പോണേ. അപ്പോൾ അതേ ഓട്ടോ വന്നു. ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടോ. അമ്മച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്പുടിക്കുഞ്ഞും എൻ്റെ പെരുമ്പിളിച്ചിറ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഓട്ടോക്കാരനാണെന്ന് നമുക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഇതേ ലോകകാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായിട്ടോ. പുള്ളി വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തിയില്ല. പല പല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇലക്ഷനൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളോ ആര് ജയിക്കും എന്നൊക്കെയുള്ള ഭയങ്കര ചർച്ചയിലായിരുന്നു കേട്ടോ പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുമ്മങ്കലിലെത്തി, നമ്മുടെ കവലയെത്തി, അവിടെ കടയിലൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ കടയിൽ വണ്ടി നിർത്തിയിട്ട് സാധനമൊക്കെ അതേ ജസ്റ്റ് ഞാൻ മേടിച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ അതേ നമ്മളങ്ങനെ പെരുമ്പിളിച്ചിറ വീട്ടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ വീട്ടിലോട്ട് പോണ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ ദിവസം കൂടി വന്നതുകൊണ്ട് അമ്പുടുക്കുഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആദ്യം കണ്ട വലിയ പരിചയമൊന്നും കാണിച്ചില്ല, പിന്നെ കേട്ടോ പയ്യെ അടുത്തോളും. അപ്പോൾ ദേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ വീട്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ആരുമില്ല, ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. കാരണം അവർ അക്ഷയ പോകുന്ന എന്നോട് പറഞ്ഞായിരുന്നു, ഉമ്മായും പാപ്പായൊക്കെ. അപ്പോൾ അതേ അണ്ണൻ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി അകത്ത് കയറ്റിയിട്ട് അപ്പോൾ എൻ്റെ അത്യാവശ്യ സാധനം ചെല്ലുമ്പോൾ വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് അത് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ ആരും ഇല്ലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴേ നമ്മുടെ വാപ്പോടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പുടോ അമ്മാനെ കണ്ടില്ല, അമ്മ വണ്ടി കയറ്റി വിട്ടതല്ലേ. അതിനിപ്പോൾ അമ്മാനെ കാണുള്ളതാ. ഓ അമ്മയിലെ കൂടി പോയേ, അതിലെ കൂടെ പോയിന്ന വന്ന പാടതേ അമ്പുടുക്കുഞ്ഞ് വാപ്പാനെ വിളിച്ചോണ്ട് അമ്പുടുവിനെ കിളീനെ കാണാനാണ് നമ്മള് മൂടിയിട്ടേക്കണേ. അല്ല ഇവിടുത്തെ മരമൊക്കെ വെട്ടിയോ? അല്ല ആ പേരമരം വെട്ടിക്കളഞ്ഞോ? അച്ചോ
വെയിലായി തെളിച്ചവും വന്നു. നല്ലതായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ. ഇവിടെ ഒരു തണുപ്പുണ്ടായിരുന്നെ. അവിടെ അമ്പുടിൻ്റെ കാക്കേൻ്റെ ഏതാ കാക്ക നോക്കിയിട്ട് വന്നേ. വാപ്പി എവിടെയാന്ന് കാണിച്ചു തന്നെ. വാപ്പി എവിടെയാടാ? വാപ്പി ഏതാ? അപ്പോൾ അതെ ആ കാണുന്ന ക്യാമറയെ നോക്കിയിട്ടാണോ വാപ്പിയാന്ന് അമ്പുട് പറയണേ. ഉമ്മ എന്തി? അതാ ഉമ്മാനെയും കണ്ടില്ല. ഉമ്മാനെ അന്വേഷിച്ചു. ഒരെണ്ണം താട്ട് അത് തരൂല അല്ലേ? ഇത് കാട്ട് അതൊരെണ്ണം താട്ട് അതൊരെണ്ണം താട്ട് തന്നിട്ടും പിന്നെ തിന്നൂല. ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്പുട് കളി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അമ്പുടുവിനെ അപ്പോൾ തന്നെ ഓടിക്കാറായിട്ടില്ല കേട്ടോ, കാലത്തില്ല വണ്ടിയിൽ. അപ്പോഴത്തേക്കും പാപ്പാട്ട് ഓടിച്ചു തരാൻ പറയാം കേട്ടോ. അപ്പോൾ പാപ്പ ഇങ്ങനെ തള്ളിക്കൊടുത്ത് അമ്പുട് വണ്ടി ഓടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മ പറഞ്ഞ് കരിക്കിട്ട് തരാമെന്ന്. പക്ഷെ ഒരിക്കലും തന്നെ ഇടാറില്ല കേട്ടോ, ആരെങ്കിലൊക്കെ വരുമ്പോൾ ഇടുവാണ് പതിവ്. അപ്പോൾ ഉമ്മ കരിക്കിടാനുള്ള അറ്റംപ്റ്റിലാണ്. സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം കരിക്ക് ഒഴിക്കാൻ റെഡിയായി നമ്മുടെ അമ്പുടുക്കുഞ്ഞ് നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ തോട്ടിയും കൊണ്ട് ഇറന്നുകൊണ്ട് നമ്മുടെ ഉമ്മക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഒന്നില്ലേ നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനെ കൊണ്ട് ഇടിപ്പിക്കുക, അല്ലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേനും ഇടുവാണ് കേട്ടോ പതിവ്. എന്നാലും ഉമ്മ വലിച്ചു പൊക്കുന്നുണ്ട് തോട്ടേന. അരിവാള് പുറത്ത് ചാടി, കിണറ്റിലോട്ട് ചാടിയോ? അവിടെ കുഞ്ഞിനും ചിരി വരുക. അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ടു. വൈകുന്നേരം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വരുമ്പോഴത്തേനും ചേട്ടനെ കൊണ്ട് ഇടിപ്പിക്കാന്ന് വിചാരിച്ചു. ഉമ്മ അപ്പൊ അത് അടുത്ത സാധനമായിട്ട് വന്നു കേട്ടോ. എന്നാ കുഞ്ഞേതാ ഇവിടെ ആർക്കാ കൊടുക്കണേ? അമ്മയ്ക്ക് തരാവോ? അമ്മയ്ക്ക് തരാവോ? ആ അമ്മി തരാട്ടെ. ഇതാ ഹായ്. ഇനിയുണ്ടോ? ഇത് എവിടെന്നാ കിട്ടണേ? അവിടെ അമ്മി തരട്ടെ. തുറന്നേമ്മ. അല്ലാഹു അക്ബർ. നോക്കട്ടെ. അടിപൊളി, എനിക്കിഷ്ടം. പക്ഷെ അമ്പുടൂന് കൊടുത്ത അമ്പുടു എങ്ങനെ കഴിക്കുക? അമ്പുടു കാ തിന്നൂലേ? ഫേവറേറ്റ് അത്തപ്പഴം. അങ്ങനെ ഞാനും ആത്തയ്ക്കാപ്പഴം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അമ്പുടു കുഞ്ഞിനാണെങ്കിൽ കൊടുത്തപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരമായിട്ടോ അമ്പുടുക്കുഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്പുടുവിൻ്റെ കൂട്ടുകാരിയായിട്ടോ ഈ നിൽക്കണം നമ്മുടെ അമ്മക്കുട്ടി. അപ്പോൾ അതേ ചേച്ചീനെ കണ്ടപ്പോൾ അമ്പുടുവിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആട്ടെ കാണുന്നേ. ആരാ അമ്പുടുക്കുഞ്ഞ്? അതാ ചേച്ചിയാണോ? എങ്ങോട്ട് പോയോ? അവൾ ആരെയോ കാണിച്ചു കൊടുക്കാൻ പോയതാട്ടോ. അമ്പുടു ആരെയോ കാണിച്ചു തന്നെ ചേച്ചി. ആരാ? അമ്മുവിനെ കണ്ടാലും നമ്മുടെ അമ്പുട ആറ്റേന്നൊക്കെ വിളിക്കുള്ളൂ. ആറ്റേനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവക്കടെ ഇളയിന്ന് അവള് മാറില്ല. അമ്മു ആണെങ്കിൽ എല്ലായിടത്തും കൊണ്ടേ അമ്പുടുവിനെ എല്ലാം കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അതാണ് അവക്കടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്റർടൈൻമെന്റ്. മാമയാണത്? അത് മൊയിലല്ലേ? അതാ മൊയിലും കുഞ്ഞല്ലേ? വേണ്ട, കൈ പിടിച്ചിട്ടുണ്ടായേ വാവ് വരും. കടിച്ചോ? മൊയില് കടിക്കൂട്ടോ ഇവിടെ. മൊയില് കടിക്കുവേ. മൊയിലെന്തേ? അവിടെ ഇരിപ്പുണ്ടോ? ഇങ്ങോട്ട് വന്നേക്കിട്ടോ. ആഹാ എടുത്തോടി. അങ്ങനെ കുറെ നേരം കളിച്ചൊക്കെ നടന്നു. വൈകുന്നേരം ആയപ്പോ അമ്പുടുക്കുഞ്ഞിന്റെ സ്വഭാവം വീണ്ടും മാറാനായിട്ട് തുടങ്ങിയിട്ടാ. വൈകുന്നേരം ആയപ്പോ വീണ്ടും അമ്മാനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് സാധാരണ ഇവിടെ വന്ന കൊച്ചിനെ. അമ്പുടുവിനെ എന്നെ സങ്കടം വന്നെയും കൂടെ
കാണണമെന്ന് പറഞ്ഞ് ബഹളമായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുട്ടത്തേ കൂടെ നടക്കുവാണ്. അതാണ് ഇവിടെ വന്നാലുള്ള പ്രത്യേകത. നമ്മുടെ കുഞ്ഞിനിങ്ങനെ കറങ്ങി നടക്കണം. അപ്പോൾ മുറ്റത്തേ കൂടെ റോട്ടിൽ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ. രാത്രിയായി സമയം. നമ്മുടെ കുഞ്ഞെ നമുക്ക് പോയി കിടന്നുറങ്ങിയാലോടാ? ഇല്ലേ? പോണാരാ പൂച്ചുട്ടിയാണോ? നമുക്ക് പോയാ അങ്ങോട്ട് പോകണ്ട കേട്ടോ, അവിടെ വാപ്പിയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞത് രാത്രിയായപ്പോൾ അമ്പുടുവിന് നൊസ്റ്റാൾജി അങ്ങ് കയറി. അമ്മാനെ കാണണം, വാപ്പീനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ടോ. ലാസ്റ്റ് രാത്രി തിരിച്ചു പോകേണ്ട അവസ്ഥ വരും, അല്ലെ അമ്മാനെ വിളിച്ചു വരുത്തേണ്ട വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഉമ്മയൊക്കെ പറഞ്ഞു അമ്മാനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. എന്നാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും അറ്റയുടെ വീട്ടിൽ അമ്പുടുവിനെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ആണെങ്കിൽ അറ്റ അമ്പുടുവിനെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ നടന്നു. പിന്നെ അമ്മാനെ കാണണം എന്നുള്ള അമ്പുടുവിൻ്റെ മൂഡും മൈൻഡൊക്കെ അങ്ങ് മാറി. അത് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അമ്പുടു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അറ്റയുടെ വീട്ടിലിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ആറ്റയുടെ അമ്മയാണെങ്കിൽ കറിക്കൊക്കെ അരിഞ്ഞ് നമ്മളതേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അമ്പുട് കുറച്ച് കോവയ്ക്കൊക്കെ വാരി തിന്നുന്ന കേട്ടോ കാണുന്നത്. പിന്നെ നമ്മളിതേ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് ആറ്റേനെയും കൂട്ടിയും വന്നു കേട്ടോ. അമ്പുട് കുഞ്ഞ് ആറ്റയില്ലാതെ ഒരു നിമിഷം നിൽക്കില്ല എന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ വാ ഇവിടെ വന്ന് ഇരിക്കുക, ഇവിടെ വന്ന് കിടക്കുന്നൊക്കെ കേട്ടോ പറയണേ. അങ്ങനെ നമ്മൾ ആറ്റേനെയും കൂട്ടി ഇവിടെ വന്നു. ഒരു വിധത്തിൽ അമ്പുട് കുഞ്ഞിനെ പിടിച്ച് പെരക്കകത്ത് കയറ്റി. അപ്പോൾ ഉമ്മായാണെങ്കിൽ കുറച്ച് നേരം അമ്പുട് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നു. അപ്പം നമ്മുടെ പപ്പടവും ചിക്കൻ കറിയും ചമ്മന്തിയും വാഴക്കാത്തോരനൊക്കെ ഉണ്ടായിരുന്നു. വാപ്പായ ചിക്കായ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങാനായിട്ട് വന്നു കേട്ടോ. അമ്പുട് കുഞ്ഞിനെ അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.